മനുജ ഏതായാലും ഇറാനിൽ ഒരു ഉടനെ സൈനിക ഇടപെടൽ അമേരിക്ക നടത്തില്ല എന്നുള്ള കാര്യം ഇപ്പോൾ ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ കേട്ട് 24 മണിക്കൂറിനകം ആക്രമിക്കുമെന്ന് ട്രംപ് പറഞ്ഞ കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കുമ്പോൾ ഏത് നിമിഷം വേണമെങ്കിലും ഒരു യുദ്ധം ഉണ്ടാകാം എന്നുള്ള ഒരു ഭീതി ആ മേഖലയിലാകെ പടർന്നിരുന്നു. ഗൾഫ് രാജ്യങ്ങളിലൊക്കെ തന്നെ അതിൻ്റെ വല്ലാത്തൊരു സംഘർഷം, മാനസിക പ്രശ്നങ്ങളൊക്കെ ആളൊക്കെ ഉണ്ടായിരുന്നു. ഏതായാലും തൽക്കാലത്തേക്ക് ആ ഒരു ഭീതി ഒഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. അതായത് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാനിലെ സാധാരണക്കാരായ ജനങ്ങൾക്കൊരു പ്രതീക്ഷയും കൂടെ നഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതാണ് അതിൻ്റെ കാര്യം. അതായത് ഈ നമുക്കറിയാം ഷാ ഭരണകൂടം ഏറ്റവും കൂടുതൽ സംയുക്തമായി നിന്നിരുന്നത് അമേരിക്കൻ ചേരിയോടാണ്. ആ ഘട്ടത്തിലാണ് കമ്മ്യൂണിസ്റ്റുകൾ ഉൾപ്പെടുന്ന ഇസ്ലാമിക മുദ്രാവാക്യം വിളിക്കുന്ന ആളുകൾ അവിടെ ഇസ്ലാമിക ഭരണത്തിലേക്ക് എത്തുന്നതും ഖമൈനി അധികാരത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം. അപ്പൊ ഷായുടെ മകനെ തിരിച്ചു കൊണ്ടുവരാം എന്നുള്ളതും റസ പഹലവിയെ തിരിച്ചു കൊണ്ടുവരാം എന്നുള്ളതും രാജഭരണം പഴയതുപോലെ തിരിച്ചു വരുമെന്ന് ഒക്കെ പ്രതീക്ഷിച്ചാണ് ആളുകൾ തെരുവിലിറങ്ങുന്നത്. അപ്പം ഡൊണാൾഡ് ട്രംപിനെ കുടിച്ചുവെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. നിങ്ങൾ പ്രക്ഷോഭം നടത്തിക്കോ, എന്തെങ്കിലും പ്രശ്നം ഞങ്ങൾ ഇടപെടാം എന്ന് പറഞ്ഞ ആളാണ് ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിൽ ഇടപെടൽ വരുന്നതോടുകൂടി നിശബ്ദമാവുകയും ഒന്ന് അമാന്തം കാണിക്കുകയും ചെയ്യുന്നത്. സത്യത്തിൽ ഒരു തെറ്റാണ്. അതായത് ആ നാട്ടിലെ ജനങ്ങൾക്ക് അവർക്ക് വേറൊരു നിവൃത്തിയും ഇല്ലാത്തതുകൊണ്ടാണ് ഇറങ്ങി പുറപ്പെട്ട് അവർ യുദ്ധസമാനമായ ഒരു സാഹചര്യത്തിൽ പോലും എനിക്ക് തോന്നുന്നു 10,000-ത്തിനടുത്ത് എത്തിയിട്ടുണ്ടാവും ഇപ്പോൾ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് കണക്കുകൾ. സ്വാഭാവികമായും കൊന്നിട്ടുമുണ്ടാകും, അതിലൊന്നും ഒരു സംശയവുമില്ല. ആ ഘട്ടത്തിൽ അമേരിക്ക പിന്മാറുന്നത് നമുക്കറിയാം. ഇറാന് നേരെയാണ് അമേരിക്ക എപ്പോഴും ഉണ്ടായിരുന്നത്. അത് ട്രംപിന്റെ ആദ്യ ഭരണഘട്ടത്തിലായിക്കോട്ടെ, രണ്ടാമത്തെ ടൈമിലായിക്കൊള്ളട്ടെ, ഈ ഘട്ടത്തിലെല്ലാം ഇറാനെതിരെ നിൽക്കുക എന്നുള്ളത് അമേരിക്ക കാലാകാലങ്ങളിൽ പോറ്റി പുലർത്തിപ്പോകുന്ന നയതന്ത്രത്തിന്റെ ഭാഗമാണ്. ട്രംപിന് പ്രത്യേകിച്ച് ഈ ആണവ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ട്രംപിന് ഖമേനി ഭരണകൂടത്തോട് എതിർപ്പുമുണ്ട്. ഈ ഘട്ടത്തിൽ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് ആ നാട്ടിലെ ജനങ്ങളുടെ ഒരു രക്ഷകൻ എന്ന രീതിയിലേക്ക് അമേരിക്ക വരുമെന്നും, കാര്യം അമേരിക്കയ്ക്ക് അത് പറ്റുള്ളൂ, അമേരിക്കയ്ക്ക് അത് സാധ്യമാവുകയുള്ളൂ. അതായത് അമേരിക്ക അങ്ങനെ വന്നിരുന്നെങ്കിൽ ആ നാട്ടിലെ ജനങ്ങൾക്ക് ഒരു സമാധാനം ഉടനെയൊന്നും അല്ലെങ്കിലും കുറച്ച് അടുത്ത കാലത്തിനുള്ളിൽ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. ട്രംപ് കാലുവാരി എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്ന ചില പാശ്ചാത്യ മാധ്യമങ്ങൾ നമ്മൾ കാണുമ്പോൾ വരുന്ന ഒരു വിശകലനങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ അവർ പറഞ്ഞിരുന്ന ഒരു കാര്യം, മഡൂറോയെ പിടിച്ചകത്തിട്ടതുപോലെ അല്ല ഇറാനിൽ ഇടപെടുമ്പോൾ. ഈ ഖമേനി മതനേതാവാണ്. അപ്പോൾ ലോകമെമ്പാടുമുള്ള മുസ്ലിം രാഷ്ട്രങ്ങളുടെ അവരുടെ മതവിഭാഗത്തിൽപ്പെട്ടവരുടെയൊക്കെ തന്നെ ഒരുപാട് എതിർപ്പ് നേരിടേണ്ടി വരുമോ എന്ന് ട്രംപ് സ്വാഭാവികമായിട്ട് സംശയിച്ചു. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇറാൻ മുറയ്ക്കൊരു ഭീഷണി ഉണ്ടായിരുന്നു. ഞങ്ങൾ അമേരിക്ക ആക്രമിക്കുകയാണെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിലുള്ള മുഴുവൻ അമേരിക്കയുടെ സൈനിക താവളങ്ങൾ ഞങ്ങളും ആക്രമിക്കുമെന്ന് അവർ ഭീഷണിപ്പെടുത്തിയിരുന്നു. ചെയ്തിട്ടുണ്ട്. 12 ദിവസം നീണ്ടുന്ന ആണവ യുദ്ധത്തിന്റെ സമയത്ത് അവർ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭീഷണി നമുക്കറിയാം. ഇവര് തമ്മിൽ ഈ ട്രംപിന്റെ ആളുകൾ, ട്രംപിന്റെ കൂടെ നിൽക്കുന്നവരൊക്കെ തന്നെ ഇക്കാര്യത്തിൽ പല ഉത്കണ്ഠയിലാണെന്നാണ് പറയപ്പെടുന്നത്. കാരണം ഈ ഗൾഫ് രാജ്യങ്ങൾ മുഴുവൻ പിണക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും അവരുടെ സംരക്ഷണത്തിനായി അവിടെ അമേരിക്ക സൈന്യ താവളങ്ങളുണ്ട്. ഇറാന്റെ കൈവശം എന്തായാലും അണവായുധം ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്. അവരങ്ങനെ അവരെ കടുങ്ങുകയും ചെയ്യുകയാണെങ്കിൽ, കാരണം ഒരു രക്ഷയില്ലെന്ന് കണ്ടാൽ ഇങ്ങനെ ചെയ്താൽ അത് ഒരു വലിയ പക്ഷെ അങ്ങനെ ഒരു ആക്രമണത്തിലേക്ക് പോയില്ലെങ്കിലും ഇറാനെ ചൊൽപ്പടിക്ക് നിർത്തുക എന്നുള്ളത് അമേരിക്ക ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡേർഡ് തന്നെ എടുക്കേണ്ടതായിരുന്നു. പക്ഷേ ഇറാൻ അത്രയും വലിയൊരു അമേരിക്ക പോലൊരു സൈനിക ശക്തിക്ക് നേരെ ആക്രമണം നടത്തി തോൽപ്പിക്കാൻ പറ്റുന്ന ഒരു ശേഷിയൊന്നുമില്ല. അപ്പോൾ അത്തരം ഒരു ഭീഷണിയൊന്നുമല്ല, മറിച്ച് ഖമനേയി ഒരു മതനേതാവാണ് എന്നുള്ളൊരു കാര്യവും പിന്നെ സ്വാഭാവികമായും ട്രംപിന് മറ്റു താല്പര്യങ്ങളാണ് കൂടുതലുള്ളത്. സമാധാനത്തിന് നോബൽ സമ്മാനം മാത്രമല്ല ചേട്ടാ, അടിസ്ഥാനപരമായി ഇതൊക്കെ വലിയ നിക്ഷേപ സാധ്യതകളുള്ള രാഷ്ട്രങ്ങളാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള രാഷ്ട്രങ്ങൾക്ക് മേലൊരു സമ്മർദ്ദം കൊടുക്കാൻ ട്രംപ് എന്തായാലും വ്യക്തിപരമായി തയ്യാറാവില്ല. അത് ട്രംപിന്റെ വ്യക്തിപരം, അതായത് നമ്മൾ പറയാം ചെകുത്താനോട് പോലും ഷെയ്ക്കാൻ കൊടുക്കുന്ന ഒരു പ്രത്യേകം രാഷ്ട്ര നേതാവാണ്. അതാണ് അത്തരത്തിലൊരു സാഹചര്യം. പക്ഷെ ഇതിലൊക്കെ തന്നെയും പെട്ടുപോകുന്നത് സാധാരണക്കാരായ പട്ടിണി കിടക്കുന്ന, തെരുവിലിറങ്ങിയ, തങ്ങളുടെ ബന്ധുക്കളടക്കം നഷ്ടപ്പെടുത്തിയ നിരായുധരായ മനുഷ്യരാണ് ഇപ്പോൾ പ്രശ്നത്തിലായിരിക്കും. കഴിഞ്ഞ ദിവസം ഒരു റിപ്പോർട്ട് പുറത്തു, നമ്മളത് വാർത്ത കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഈ ഖമേനിയുടെ ആസ്തി എന്ന് പറയുന്നത് നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്തതാണ്. ഇയാൾക്ക് 3 ആൺമക്കളുണ്ട്. ഈ 3 ആൺമക്കളുടെയും സ്വത്തുക്കൾ മുഴുവൻ വ്യാപിച്ചിറങ്ങുന്ന ഗൾഫ് രാജ്യങ്ങളിലും യൂറോപ്യൻ രാജ്യങ്ങളിലും ആഫ്രിക്കൻ രാജ്യങ്ങളിലും വെനിസ്വേലയിലും ഒരു ആസ്തിയുണ്ട്. ഈ മൂത്ത മകന്, മുസ്തഫ എന്ന് പറയുന്ന മകന് വെനിസ്വേലയിൽ വലിയ തോതിലുള്ള ആസ്തിയുണ്ട്. ഇത് ഈ ആയിരക്കണക്കിന് കോടിയുടെ ആസ്തി കൂടാതെ ഇയാളുടെ കൈവശം ഏതാണ്ട് $300 മില്യൺ വില വരുന്ന രത്നങ്ങളും സ്വർണ്ണാഭരണങ്ങളും ഉണ്ടെന്നാണ്. അപ്പോൾ ഇവരുടെ കഴിഞ്ഞ ഒരു ആഴ്ചയ്ക്കുള്ളിൽ, കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്കുള്ളിൽ ഇയാളുടെ വിദേശത്തുള്ള UAE മറ്റുള്ള അക്കൗണ്ടിലേക്ക് $1.5 ബില്യൺ പണം എത്തിയിട്ടുണ്ട്. ഇത് ക്രിപ്റ്റോ കറൻസി വഴിയാണ് എത്തിയെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇവർ ശരിക്കും പറഞ്ഞാൽ ഭയന്നിരുന്നു.
ഇടപെടലുണ്ടായാലും രക്ഷപ്പെടാനുള്ള എല്ലാ തയ്യാറെടുപ്പും നടത്തിയിരുന്നുണ്ട്. റഷ്യയിൽ പോയി ജീവിക്കാനാണ് ഖമേനി സംഘം തീരുമാനിച്ചിരുന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയാണ് കാശ് വേണമല്ലോ. മറ്റേ സിറിയയിലെ അസദ് പോയതുപോലെ ഉള്ള കാശും പറയും കെട്ടിക്കൊണ്ട് അടുത്ത ഫ്ലൈറ്റ് കയറി നേരെ അങ്ങോട്ട് ചെന്നാൽ ഇവരുടെ അക്കൗണ്ടിലേക്കാണ് പൈസ എല്ലാം പോയിരിക്കുന്നത്. പിന്നെ ഈ ഇത്തരം രാജ്യങ്ങൾ ആസ്തിയില്ലേ അവർക്ക്, അതുകൊണ്ട് അവർക്ക് അല്ല ഖമനയ്ക്കൊന്നും ഇനി ജീവിക്കാനും തിരിഞ്ഞു നോക്കേണ്ട പോലും കാര്യമില്ല, കോടിക്കണം. അപ്പൊ മനസ്സിലാക്കേണ്ടത് ആ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളെ ചൂഷണം ചെയ്ത് അവിടെയുള്ള എണ്ണ സംബന്ധ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി വിറ്റുതൊലച്ച് അതിൽ ഒരു രാജാവിനെ പോലെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഏകാധിപത്യ ഭരണങ്ങൾക്കെതിരെ ഉണ്ടാവുന്ന പ്രതിഷേധ സമരങ്ങളെ, ജനകീയ സമരങ്ങളെ അമേരിക്ക പോലൊരു രാഷ്ട്രത്തിന് ഏറ്റെടുക്കാൻ സാധിച്ചില്ല എങ്കിൽ അത് ഒന്നാലോചിച്ച് നോക്കൂ. ഇറാൻ അടുത്തിടെ കടന്നുപോയ ഒരുപാട് പ്രക്ഷോഭ ഘട്ടങ്ങളുണ്ട്. അത് മഹസാമിനിക്ക് മുൻപും ഉണ്ട്, മഹസാമിനിയും അതിനുശേഷമുണ്ടായ സമര രീതികളും അതിനുശേഷം ഇപ്പോൾ ഉണ്ടാവുന്ന ഈ പ്രക്ഷോഭങ്ങളടക്കം ഇറാനിലെ ജനത മടുത്തിരിക്കുന്നു എന്നുള്ളതല്ലേ. ആ മടുത്തിരിക്കുന്ന ജനതയ്ക്ക് അവർക്ക് ആവശ്യമുള്ള ഒരു ഭരണകൂടത്തെ അല്ലേ വേണ്ടത്. ഇവിടെയുള്ള ആളുകൾ പോലും ഇറാനിലെ ജനങ്ങൾ കഷ്ടപ്പെട്ട് തെരുവിലിറങ്ങി അവർ പ്രതിഷേധം നടത്തുമ്പോൾ നമ്മുടെ നാട്ടിലെ ഹമാസ് ഫാൻസ് പോലെയുള്ള ആളുകൾ തന്നെ ഖമനൈ ഫാൻസ് വിട്ടിരുന്ന വലിയ വായിൽ ഇറാനിൽ പ്രതിഷേധക്കാരെ കൊന്നുകളയണമെന്ന് ആഹ്വാനം ചെയ്യുന്ന സോഷ്യൽ മീഡിയ ജീവികൾ നമ്മുടെ ചുറ്റുമുണ്ട്. അപ്പൊ ഇവരൊക്കെ മനസ്സിലാക്കേണ്ട എന്താണ്, ഓരോ നാട്ടിലെ ജനങ്ങൾക്കും അവർക്ക് ആഗ്രഹമുള്ള ഭരണാധികാരികൾ വേണ്ടേ. ഈ നാട്ടിൽ ജനാധിപത്യം ഉള്ളതുകൊണ്ടല്ലേ നമുക്കിരുന്ന് സംസാരിക്കാനും വർത്തമാനം പറയുവാനും പ്രധാനമന്ത്രിയെ വിമർശിക്കുവാനും സർക്കാരെ വിമർശിക്കാനും സാധിക്കുന്നത്. ഖമനൈ ഒന്ന് വിമർശിച്ചാൽ തലവെട്ടും, രാജ്യദ്രോഹമാണ് അവിടെ. കഴിഞ്ഞ ദിവസം മറ്റൊരു വാർത്ത പുറത്തു വന്നത് അവിടുത്തെ തൂക്കിക്കൊല്ലുന്നതിനെ കുറിച്ചാണ്. നമ്മൾ പലപ്പോഴും നമ്മൾ ആ വാർത്ത ചെയ്തിട്ടുള്ളതാണ്. നോർമൽ കേസിൽ എല്ലാ രാജ്യങ്ങളും വധശിക്ഷ തൂക്കിക്കൊല്ലലാണ്. അപ്പോൾ ഈ തൂക്കുമരം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എത്ര സെക്കൻഡ് കൊണ്ട് ആ മനുഷ്യൻ മരിക്കും. പക്ഷെ ഇവിടെ ക്രൈനിൽ കെട്ടി തൂക്കി കൊല്ലുകയാണ്. 20 മിനിറ്റ് എടുത്താണ് ഒരാളിനെ കൊല്ലുന്നത്. അയാൾ ആ ഇഞ്ചിഞ്ച് അയാളെ പിടഞ്ഞ് മരിക്കുന്നവരെ കുറേശ്ശെ അയാളെ ഈ ക്രൈനിൽ കെട്ടി തൂക്കുക എന്നുള്ളത് അറിയാമല്ലോ. നാട്ടുകാരെ മുഴുവൻ വിളിച്ചു കൂട്ടി അവർ നിന്നിട്ട് ചിത്രപഥം ചെയ്യണം. കുറേശ്ശെ 20 മിനിറ്റ് കൊണ്ട് അയാളെ കൊല്ലുന്നത്. അയാളെ വീട്ടുകാരെ വിളിച്ച് നിർത്തും ഈ അയാളെ കൊല്ലുന്നത് കാണാൻ. അപ്പോൾ ഇതൊക്കെ തന്നെ നമ്മൾ കേട്ടുകളില്ലാത്ത കാര്യങ്ങൾ. ഇതൊരു പരിഷ്കൃത സമൂഹത്തിൽ ഒരിക്കലും അപരിഷ്കൃത സമൂഹമാണല്ലോ. ഒരു പരിഷ്കൃതമായ ജനതയ്ക്ക് അപരിഷ്കൃതനായ ഒരു നേതാവ് എന്നുള്ളതാണ് ഖമനൈ ഉള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ആ നാട്ടിലെ ജനങ്ങൾ ഇനി എങ്ങനെ ജീവിക്കും? 1979 വരെ ലോകത്തെ ഏറ്റവും പരിഷ്കൃത സമൂഹമായിരുന്ന ഒന്നാണ് ഇറാൻ. അല്ല, ആ നാട്ടിലെ ജനങ്ങൾ ഇത് ഒത്തുതീർപ്പായി പോയാൽ ആ നാട്ടിലെ ജനങ്ങൾ എങ്ങനെ ജീവിക്കും? അപ്പൊ ഖമനൈക്ക് ഇപ്പോഴും സ്വാധീനമുണ്ട് എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്. അപ്പൊ സ്വാഭാവികമായും നമ്മൾ മനസ്സിലാക്കുക, ഈ ഖമനൈ ഭരണകൂടത്തിന് അടുത്തടെയൊന്നും ഒരു അന്ത്യം ഉണ്ടാവില്ല എന്നൊരു ആശങ്കയാണ് വ്യക്തിപരമായി എനിക്കുള്ളത്. മാത്രമല്ല ഖമനൈ അയാളെ പിൻഗാമിയായിട്ട് അയാളെ മൂത്തമാനും മുസ്തഫയെ പ്രഖ്യാപിക്കും. പിന്നെ അടുത്ത അയാളെ ഭരണമായിരിക്കും. ഇത്രയും ആസ്തിയുള്ള അയാൾക്ക് കുറച്ചുകൂടെ ആസ്തി ഉണ്ടാക്കാൻ പറ്റും. മാത്രമല്ല ഇവർ ഇറാനിലെ കണ്ണായ സ്ഥലങ്ങളിൽ ഉള്ള പ്രധാനപ്പെട്ട ആരുടെ പ്രോപ്പർട്ടിയും ഇവർ കയ്യേറുന്നതാണ്, ഇവർ സ്വന്തമാക്കുമെന്നാണ്. അപ്പോൾ അത്രയ്ക്ക് ആസ്തി അവർക്കുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഈ ലോകത്ത് പ്രധാനപ്പെട്ട തീവ്രവാദ നേതാക്കളൊക്കെ സംഭവിക്കുന്നത് പോലെ തന്നെ എല്ലാവരും മക്കൾക്ക് വേണ്ടിയാണ് സമ്പാദിക്കുന്നത്. അല്ലാതെ ഈ ഇവർ പറയുന്ന വിശ്വാസത്തിൻ്റെ പേരോ അല്ലെങ്കിൽ അവരുടെ ജനങ്ങളുടെ പേരോ ഒന്നുമല്ല. അതിൻ്റെ വേറെ പതിപ്പ് തന്നെയാണ് ഇപ്പോൾ ഖമേനിയോടെ സംഭവിച്ചത്. അതായത് ഒരു ഭരണകൂട ഭീകരത, ആ മതഭരണകൂട ഭീകരത തന്നെയാണ് ഇറാനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ നാട്ടിലെ ജനങ്ങൾക്ക് നീതി വേണം, അവർക്ക് ഭക്ഷണം വേണം, അവർക്ക് എന്തിനേക്കാൾ പ്രധാനമായി സ്വാതന്ത്ര്യം വേണം. ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനും ഇഷ്ടമുള്ള പോലെ ജീവിക്കാനും അനാർക്കിസത്തിലേക്ക് പോകണമെന്നല്ല ഞാൻ പറഞ്ഞു, അരാജകത്വവാദത്തിലേക്കൊന്നും പോകാൻ അങ്ങനെയല്ല ജനങ്ങളുള്ളത്. പക്ഷേ ആ ജനങ്ങൾക്ക് മടുത്തവർ തെരുവിലിറങ്ങുമ്പോൾ അവർക്ക് ഈ ലോകത്തിലുള്ള ജനാധിപത്യത്തിന്റെ മധുരം നുണയുന്ന എല്ലാവരുടെ അടുത്തു നിന്നുള്ള പിന്തുണയാണ് വേണ്ടത്. നമ്മുടെ നാട്ടിലിരുന്ന് ജനാധിപത്യത്തിന്റെ എല്ലാ സുഖങ്ങളും ഒക്കെ അനുഭവിച്ചതിന് ശേഷം ഇറാനിൽ മതഭരണകൂടമായിക്കൊള്ളട്ടെ ഏകാധിപത്യമായിക്കൊള്ളട്ടെ എന്ന് പറയുന്നിടത്തുള്ള ഇരട്ടത്താപ്പുകളുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ ഈ ഖമനൈയെ അനുകൂലിക്കുന്ന ഹമാസ് ഫാൻസിനെ പ്രത്യേകമായി നോട്ട് ചെയ്യണം. ഇവരൊക്കെ തന്നെ ഇവിടെ ഇരുന്നിട്ടാണ് ഈ പരിപാടികളെല്ലാം നടത്തുന്നത്. മാത്രമല്ല ഇത്തരത്തിലുള്ള ആളുകളൊക്കെ, അതായത് ഇത്തരത്തിലുള്ള സിവിൽ വാറുകളിൽ നിന്നും മത കലാപങ്ങളിൽ നിന്നും മതയുദ്ധങ്ങളിൽ നിന്നുമൊക്കെ ഇറങ്ങിപ്പോകുന്ന ആളുകളൊന്നും തന്നെ ഗൾഫ് കൺട്രീസിലേക്കോ മതരാഷ്ട്രങ്ങളിലേക്കല്ല പോകുന്നത്. ജനാധിപത്യമുള്ള വ്യക്തിപരമായി സുഖങ്ങളും സമാധാനവും ഉണ്ടാക്കാൻ പറ്റുന്ന യൂറോപ്യൻ രാഷ്ട്രങ്ങളിലേക്കാണ് ഇവർ കുടിയേറാൻ ശ്രമിക്കുന്നത്. അപ്പൊ തന്നെ ഇവർക്ക് തന്നെ പറ്റുന്നില്ല എന്നല്ല അതിനർത്ഥം. അല്ല, അതാണ് പറഞ്ഞത്. ഖമേനിയുടെ മക്കൾക്ക് പോലും വ്യവസായങ്ങളുള്ളത് യൂറോപ്യൻ രാജ്യങ്ങളിലാണ്. അതാണ് അത്തരമൊരു സാഹചര്യത്തിൽ ഇവർക്കൊപ്പം നിൽക്കുക, ഇവർക്കൊപ്പം അണിചേരുക. ട്രംപ് ഏത് തരത്തിലായിരിക്കും ഇതിനെ ഇനി വ്യാഖ്യാനിക്കാൻ പോകുക എന്ന് നമുക്കറിയില്ല. പക്ഷേ ഇറാൻ ജനതയ്ക്ക് നീതി വേണം. തീർച്ചയായും അത് നമ്മൾ ഇന്ത്യ പോലുള്ള നമ്മൾ ചേരിയ രാജ്യം നമുക്ക് ഇടപെടാൻ കഴിയില്ല. പക്ഷേ ലോകത്തെ പ്രധാനപ്പെട്ട ഐക്യരാഷ്ട്രസഭ എന്ത് ചെയ്യാണെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. പപ്പറ്റാണ്. അപ്പം ലോകത്തെ എല്ലാ രാജ്യങ്ങളും ഒന്നിച്ചു നിന്നുകൊണ്ട് തന്നെ ഇറാനിലെ ജനതയ്ക്ക് അവർക്ക് അവിടെ മര്യാദയ്ക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ, മനുഷ്യരായി ജീവിക്കാനുള്ള ഒരു അവകാശം നേടിക്കൊടുക്കുക തന്നെ വേണം.